ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുക്കിംഗ് വീഡിയോ ഉണ്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി റാഗി കൊണ്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ റാഗിപ്പൊടി കൊണ്ട് പുട്ടും കുറുക്കും ഒക്കെ ഇഷ്ടമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ആഹാരമാണ് കേട്ടോ ഇന്ന് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വളരെ എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും കേട്ടോ. അപ്പം കുഞ്ഞുമക്കൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്കിത് അംഗനവാടിയിൽ നിന്ന് കിട്ടിയതായിരുന്നു കേട്ടോ. കല്ലൂട്ടിക്ക് അംഗനവാടിയിൽ നിന്ന് കിട്ടിയ റാഗിപ്പൊടി കൊണ്ടാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം നമ്മൾ വേണ്ടത്ര റാഗിപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാനിപ്പം 1 കപ്പ് റാഗിപ്പൊടി ആണ് എടുത്തിട്ടുള്ളത്. റാഗിപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് ആ പൊടി ഒന്ന് ചൂടാക്കി എടുക്കണം. ഒത്തിരി അങ്ങ് വറുത്തെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. പൊടിയിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് നോക്കിയതിന് ശേഷം മാത്രം ഉപ്പ് ചേർത്തെടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ഉപ്പ് കൂടി പോവും. അപ്പോൾ നമ്മൾ ഇളക്കിയൊക്കെ ഉപ്പൊന്ന് നോക്കി ഉപ്പ് ബാലൻസ് ചെയ്യണം. അപ്പോൾ നന്നായിട്ട് ഇളക്കി ഇപ്പം ഇതൊന്ന് അത്യാവശ്യം ചൂടായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് റാഗിപ്പൊടി ചൂടായി വന്ന പൊടിയിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, കട്ട കെട്ടാൻ പാടില്ലാത്ത രീതിയിൽ ഇളക്കിയെടുക്കണം. നന്നായിട്ട് യോജിപ്പിക്കണം. ഇങ്ങനെ വെള്ളം ഒഴിച്ചാണ്ട് നമ്മൾ മാവ് കുഴച്ചെടുക്കുന്നത്. ഇടിയപ്പം കുഴക്കട്ട ഇലയപ്പം എന്ന രീതിയിലുള്ള മാവാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ വെള്ളം ഒഴിച്ച് മാവ് നന്നായിട്ട് കുഴച്ചെടുക്കണം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ മാവൊക്കെ കുറുകി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഇടയ്ക്ക് ഇളക്കാതിരിക്കാനൊന്നും പാടില്ല. അപ്പോഴത്തേനും നമ്മുടെ മാവ് കട്ടയിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ മാവായി വരും കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഈ ഒരു രീതിയിലായിട്ട് നമുക്ക് നമ്മുടെ മാവ് കിട്ടും കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി നമുക്ക് ഫില്ലിങ്സ് തയ്യാറാക്കാം. ഇത് നമ്മൾ ശർക്കര ഒന്ന് വെള്ളത്തിൽ അലിയിച്ചെടുത്തതാണ് കേട്ടോ. ഇതിന് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് അടുപ്പിൽ വെച്ച് തേങ്ങ കൂടെ ചേർത്ത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. കൂടെ തന്നെ ഏലക്കാപ്പൊടിയും 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വറ്റിച്ച് നമുക്കൊരു ഫില്ലിങ് തയ്യാറാക്കണം. ഈ ഒരു രീതിയിലായിട്ട് നമ്മുടെ ഫില്ലിങ്സ് കിട്ടണം കേട്ടോ. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇലയിലേക്കാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. വാഴയില എടുത്തിട്ടുണ്ട്. വാഴയിലേക്ക് നമുക്ക് പരത്താം. വാഴയില അല്ലെങ്കിൽ വട്ടയിലയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഏറ്റവും അടിപൊളി ടേസ്റ്റ്. എനിക്ക് വട്ടയില കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ വാഴയിലയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വട്ടയില കിട്ടുന്നുണ്ടെങ്കിൽ അതിലുണ്ടാക്കുക. നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. അപ്പം നമുക്ക് വാഴയിലയിലേക്ക് നമ്മുടെ മാവ് നന്നായിട്ട് പരത്തി കൊടുക്കാം കേട്ടോ. നൈസായിട്ട് പരത്തി എടുക്കണം. ഇതിനകത്തിലേക്ക് നമ്മുടെ ഫില്ലിങ്സോടെ വെച്ച് നമ്മൾ നന്നായിട്ട് മടക്കി വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മളെല്ലാം ചെയ്തെടുത്ത് ആവിയിൽ വേവിച്ചെടുക്കണം കേട്ടോ. ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കാൻ പോകണ്ട. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കൂടുതലുണ്ടാക്കുന്ന സമയത്ത് ഇത് നടുക്ക് ഈ വാഴയുടെ തണ്ടിൻ്റെ ഓരോ പീസ് ഇങ്ങനെ വെച്ച് കൊടുത്ത് അതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതിപ്പോൾ 20 മിനിറ്റ്സ് കുക്ക് ചെയ്യണം. ഞാൻ 3 എണ്ണം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇത് 20 മിനിറ്റ്സ് കുക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഏറെ ഉണ്ടാക്കുന്നതനുസരിച്ച് വേവ് കൂടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കൂടുതൽ ടൈം എടുക്കുക. അപ്പം നമ്മുടെ റാഗി കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റുമാണ്. എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാനും പറ്റും കേട്ടോ. അപ്പം മസ്റ്റ് ട്രൈ ആണ്. ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ബൈ.